തീർച്ചയായും പിതാവ് ഇന്ന് യുവജനങ്ങൾക്ക് വലിയൊരു സന്തോഷത്തിന്റെ നിമിഷം തന്നെയാണ്. പിതാവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡിജിറ്റൽ മീഡിയയിലൂടെ ഈശോയെ ഒത്തിരിയധികം പ്രഘോഷിക്കുന്ന പിതാവ് കൂടിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ നോക്കിക്കാണുന്നു പിതാവെ വാഴ്ത്തപ്പെട്ട കാർലോയുടെ ജീവിതം, വാഴ്ത്തപ്പെട്ട പിയർ ഫ്രൊസൈറ്റിയുടെ ജീവിതം? സോഷ്യൽ മീഡിയക്കാരൊന്നും തീരെ മോശമല്ല എന്ന് സാർവത്രിക സഭ പ്രഖ്യാപിച്ചു. അതാണ് കാർലോ അക്വത്തിസ് ഡിജിറ്റൽ മീഡിയയെ ഏറെ ഉപയോഗിച്ചിരുന്ന, വീഡിയോ ഗെയിംസ് ഒക്കെ കളിച്ചിരുന്ന, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യൻ തൻ്റെ ജീവിതം കൊണ്ട് അനേകം യുവജനങ്ങളെ പ്രചോദിപ്പിച്ച ഒരു വ്യക്തി ഇന്ന് വിശുദ്ധ പദവിയിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ സന്തോഷം. ഈ കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ, കാലഘട്ടത്തിന് ചേർന്ന രീതിയിലുള്ള ഒരു വിശുദ്ധൻ. അതായത് നമ്മുടെ സുവിശേഷം എന്നത്തേക്കും വേണ്ടിയിട്ടുള്ളതാണല്ലോ. അത് ഇന്നലെയും ഇന്നും നാളെയും എല്ലാം ഒന്നു തന്നെയാണ്. കാലം മാറിയാലും സുവിശേഷം പ്രസക്തമാണെന്ന് നമുക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധനാണ് കാർലോ അക്വത്തിസ്. ആ രീതിയിൽ വളരെ സന്തോഷം. പിന്നെ യുവജനങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഈ രണ്ട് വിശുദ്ധരും വലിയ മാതൃകയാണ്. എല്ലാവർക്കും തന്നെ. ഞങ്ങളൊക്കെ യുവത്വം കഴിഞ്ഞ ആൾക്കാരാണ്, എന്നാലും നമുക്ക് വായിക്കുന്തോറും കൂടുതൽ ആവേശം നൽകുന്ന ഒരു വിശുദ്ധനായിട്ട് മാറുകയാണ്. എനിക്ക് തോന്നിയത് പലപ്പോഴും നമ്മൾ ഈ ചെറുപ്പക്കാര് പള്ളി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പക്കാർക്ക് ഏതാണ്ട് പറ്റുകയില്ലാത്ത പരിപാടിയാണ് പള്ളി എന്നുള്ള രീതിയിലേക്കൊക്കെ വ്യാഖ്യാനിച്ച് അങ്ങ് പോകുന്നുണ്ട്. പക്ഷെ ദേവാലയങ്ങളിലൊക്കെ നമ്മുടെ ചെറുപ്പക്കാരെ കാണാൻ സാധിക്കും ധാരാളമായിട്ട്. ഈശോയെ ഒത്തിരി സ്നേഹിക്കുന്ന ഒത്തിരി ചെറുപ്പക്കാര് ഇന്നും ഈ കാലഘട്ടത്തിലുമുണ്ട്. ബെനഡിക്റ്റ് 16 പാപ്പ തന്റെ ഉദ്ഘാടന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ അന്ന് റോമിൽ പഠിക്കുന്ന കാലമാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്: നിങ്ങൾ മിശിഹായെ ഭയപ്പെടേണ്ട, ഡു നോട്ട് ബി അഫ്രെയ്ഡ് ഓഫ് ക്രൈസ്റ്റ്. അപ്പോ നമ്മൾ ചിന്തിക്കുക, എന്താ പരിശുദ്ധ പിതാവ് അങ്ങനെ പറഞ്ഞത്? കർത്താവിനെ ആർക്കാണ് പേടി? അതായത് അദ്ദേഹം യൂറോപ്പിലെ ആ ചെറുപ്പക്കാരോട് പറയുകയാണ്, നിങ്ങള് ഈശോയെ രക്ഷകനായിട്ട് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ പേടിക്കരുത്. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടില്ല. അവൻ നിങ്ങളിൽ നിന്ന് ഒന്നും എടുത്തുകൊണ്ട് പോവുകയല്ല, മറിച്ച് അവനെല്ലാം നിങ്ങൾക്ക് നൽകുകയാണ്. നാം നമ്മെ തന്നെ ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് 100 ഇരട്ടി ലഭിക്കുകയാണ്. അതിനാൽ മിശിഹായ്ക്കായി വാതിലുകൾ തുറന്നിടുവിൻ, നിങ്ങൾ യഥാർത്ഥ ജീവൻ കണ്ടെത്തും. ഇതായിരുന്നു പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 പാപ്പ യുവജനങ്ങൾക്ക് കൊടുത്ത ഒരു സന്ദേശം. എനിക്ക് തോന്നുന്നു ഈ ഒരു സന്ദേശം ഹൃദയത്തിൽ ഉൾക്കൊണ്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ കാർലോ അക്വത്തിസ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് കർത്താവ് ഒന്നും എടുത്തുകൊണ്ട് പോയില്ല. അദ്ദേഹത്തിന് എല്ലാം കൊടുത്തു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു സന്തോഷവും നഷ്ടപ്പെട്ടില്ല. ഒരു സാധാരണ ചെറുപ്പക്കാരനെ പോലെ തന്നെ അദ്ദേഹം ജീവിച്ചു. അതുപോലെ തന്നെയാണ് പിയർ ജോർജോ ഫ്രസാത്തിയും. കുറച്ചും കൂടെ മുമ്പാണ് അദ്ദേഹം ജീവിച്ച. 1920 അദ്ദേഹം മരിച്ചു. ഏതാണ്ട് 25 വർഷം മാത്രമേ ജീവിക്കാനായിട്ട് സാധിച്ചുള്ളൂ. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു വലിയ രാഷ്ട്രീയക്കാരനായിരുന്നു, ഇറ്റലിയിലെ സെനറ്റർ ആയിരുന്നു. ആ രീതിയിലെല്ലാം ലോകത്തിന്റെ വഴികളിൽ വളരെ സജീവമായിട്ട് നിന്ന ഒരു മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിന്റെ മകനായിട്ട് ജനിച്ചിട്ട് കൂടി ഈ പിയർ ജോർജോ നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയില്ല. ലിയോ 13 പാപ്പായുടെ റേരും നൊവാരും ചാക്രിക ലേഖനമൊക്കെ ഇറങ്ങി അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് സോഷ്യൽ ആക്ടിവിസത്തിലേക്ക് പോയ ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധനായ ഫ്രസാത്തി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അതായത് നമുക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രം പോരാ, നമുക്ക് സോഷ്യൽ റിഫോം വേണം. അതായത് സാമൂഹികമായ ഘടനകൾ മാറിയാലേ പാവപ്പെട്ടവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ള ഒരു ചിന്ത. പാവപ്പെട്ടവർക്ക് കൂടുതൽ കാരുണ്യത്തിന്റെ അനുഭവം ലഭിക്കത്തുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ അവർക്ക് കുറച്ച് കാരുണ്യം ചെയ്തു, ഇവർക്ക് കുറച്ച് സഹായം ചെയ്തുകൊണ്ട് മാത്രം വ്യത്യാസം വരുന്നില്ല. മറിച്ച് സാമൂഹികമായ ഘടനകൾ, പ്രത്യേകിച്ച് ചൂഷണത്തിൻ്റെതായ ഘടനകളെല്ലാം മാറണം എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ആ രീതിയിൽ മുസോളിനിയുടെ ഫാസിസ്റ്റ് നയങ്ങളെ എതിർത്ത ഒരു ചെറുപ്പക്കാരനാണ് ഈ 25-കാരനായ പിയർ ജോർജോ. അദ്ദേഹം തെരുവിലിറങ്ങി ഈ മുസോളിനിക്കെതിരായിട്ട് പ്രക്ഷോഭങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. വളരെ അത്ഭുതകരമാണ് ഈ രണ്ട് ചെറുപ്പക്കാരും. ഇവരെ രണ്ടുപേരെ മുന്നിൽ നിർത്തിക്കൊണ്ട് മാർപ്പാപ്പ നമുക്ക് തരുന്ന ഒരു സന്ദേശം, ദാ നോക്കൂ, നിങ്ങൾ വിചാരിക്കുന്നത് വിശുദ്ധി എന്ന് പറയുന്നത് പള്ളിക്കകത്തോ ഏതോ ഗവൺമെന്റിലോ ഏതോ ആശ്രമത്തിലോ മാത്രമുള്ളതെന്നല്ല. സാധാരണ യുവജനങ്ങളുടെ ജീവിതത്തിൽ, ഒരു സാധാരണ സോഷ്യൽ ആക്ടിവിസ്റ്റിന്റെ ജീവിതത്തിലൊക്കെ
വിശുദ്ധി സമൃദ്ധമായിട്ട് ഉണ്ടാകുന്നു. അതുകൊണ്ട് വിശുദ്ധരായിട്ട് ജീവിക്കാനായിട്ട് ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വിശുദ്ധരാണ് രണ്ടുപേരും എന്ന് എനിക്ക് തോന്നുകയാണ്. മറ്റൊരു കാര്യം പിതാവ്, നമുക്കറിയാം ഇപ്പോൾ കാർലോ ആയിക്കോട്ടെ, അദ്ദേഹം ഡിജിറ്റൽ വേൾഡ് പരമാവധി പ്രയോജനപ്പെടുത്തും. നമുക്ക് ഈ കാലഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ വലിയൊരു അതിപ്രസരമുണ്ട്. നമ്മുടെ യുവജനങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള സാമൂഹ്യ ന്യൂജൻ മാധ്യമങ്ങളിലാണ്. അപ്പോൾ പലപ്പോഴും ആ ഉപയോഗത്തെ പലപ്പോഴും ഒരു വിമർശന വിധേയമാക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എങ്ങനെ ഈശോയെ കൊടുക്കാം എന്നതിൻ്റെ വലിയൊരു എക്സാമ്പിൾ തന്നെയില്ല. മാത്രമല്ല കാർലോയൊക്കെ ആണെങ്കിൽ തന്നെ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുന്നതിൽ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൂട്ടുകാരുടെ ഇടയിൽ സ്വന്തം വിശ്വാസത്തിന് വേണ്ടി ഡിഫെൻഡ് ചെയ്യുന്നു. അങ്ങ് പലപ്പോഴും അങ്ങയുടെ പല ഇന്റർവ്യൂസിലൊക്കെ പറയാറുണ്ട്, നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരൊരു വിമർശിക്കുന്ന ഒരു കമന്റ് ഇട്ടതിന്റെ പേരിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ആ കമന്റിലൂടെ അനേകർ നമ്മുടെ പോസ്റ്റ് അറിയുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ എങ്ങനെ മനോഹരമായിട്ട് യൂസ് ചെയ്യാം എന്നതിന്റെ വലിയൊരു എക്സാമ്പിൾ അല്ലേ വാഴ്ത്തപ്പെട്ട കാർലോ നമുക്ക് നൽകും? തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഞാൻ ചെറുപ്പക്കാരോട് എല്ലാം ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇൻസ്റ്റയിൽ ആക്റ്റീവാണ്, എല്ലാവരും കൈബുക്കും, എല്ലാവരും ആക്റ്റീവാണ്, ഫേസ്ബുക്കിൽ ആക്റ്റീവാണ്, വാട്സപ്പിൽ ആക്റ്റീവാണ്. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഒരു സുവിശേഷ വാക്യമെങ്കിലും ഇൻസ്റ്റയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഈശോയുടെ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ ഒരു സന്ദേശം, ഒരൊറ്റ വാക്യം നിങ്ങൾ ഇടുന്നുണ്ടോ? ഒരു 100 പേര് മിനിമം അത് കാണും, അല്ലെങ്കിൽ ഒരു 1000 പേര് അത് കാണും. നമ്മള് കവലയിൽ എങ്ങും പോയി പ്രസംഗിക്കേണ്ട കാര്യമില്ല ഇപ്പൊ ഈശോയെ കുറിച്ച്. നമുക്ക് ഈ സോഷ്യൽ മീഡിയയുടെ ലോകത്ത് നമുക്ക് പ്രഘോഷിക്കാനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയ ഇപ്പൊ ഏത് മീഡിയയിലോ ഏത് രംഗത്തോ എന്നുള്ളത് പോലെ തന്നെ സോഷ്യൽ മീഡിയയിലും തീർച്ചയായിട്ടും തിന്മയുടെ ശക്തികളുണ്ട്. കാരണം പണം ഉണ്ടാക്കാം, ഇതിലൂടെ പണം ഉണ്ടാക്കാമെന്ന് വരുമ്പോഴത്തേക്കും ആൾക്കാർ കേൾക്കുന്ന വാർത്തകളും ആൾക്കാർ കേൾക്കുന്ന തരത്തില് അസത്യങ്ങളും എല്ലാം പ്രചരിപ്പിക്കും. കാരണം സത്യം പറഞ്ഞാൽ ചിലപ്പോൾ അത്ര അട്രാക്റ്റീവ് ആകത്തില്ല, പക്ഷെ എങ്കിലും സത്യം ഇഷ്ടപ്പെടുന്ന അനേകരുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഞാൻ കാത്തലിക് അപ്പോളജറ്റിക്സിനെയും അതുപോലെ ക്രൈസ്തവ പ്രഘോഷകരെയും ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉള്ളവരുണ്ട്. അപ്പം സത്യം സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. പക്ഷെ അസത്യം പ്രചരിപ്പിച്ച് അതിലൂടെ പോപ്പുലാരിറ്റി ഉണ്ടാക്കി അവർക്ക് കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടി അങ്ങനെ പണം സമ്പാദിക്കുന്നവരുമുണ്ട്. അപ്പൊ ഇങ്ങനെ പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ മാറുമ്പോൾ തീർച്ചയായിട്ടും അവിടെ തിന്മയുടെ ശക്തികൾ ഉണ്ടാവും. കാരണം ലാഭം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ അവൻ എന്ത് തരത്തിലും ലാഭം ഉണ്ടാക്കും. അത് അസത്യം വിറ്റാണെങ്കിലും അവൻ ലാഭം ഉണ്ടാക്കിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഇന്ന് ഏറ്റവും എളുപ്പം ജനങ്ങളിലേക്ക് എത്താവുന്ന ഒരു മാർഗമാണ്. ഞാൻ എൻ്റെ മുറിയിലിരുന്ന് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ 2 വാക്യം ടൈപ്പ് ചെയ്തിട്ടാൽ അത് നാളെ പത്രത്തിൽ പോലും വാർത്തയാകുന്ന വളരെ മിറാക്കുലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു സംവിധാനമാണിത്. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം. എനിക്കൊന്ന് റാറ്റ്സിംഗർ പിതാവ് ആവശ്യപ്പെട്ടിരുന്നു, നമ്മുടെ ഫ്രാൻസിസ് പാപ്പ നമ്മളോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ആ രീതിയിലെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ സുവിശേഷം നൽകാനുള്ള ഒരു വലിയ വിളി അത് കുറച്ചുകൂടെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ്, ഊന്നി പറയുകയാണ് നമ്മുടെ വിശുദ്ധനായ കാർലോ അക്വിറ്റസ്.